കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നികേഷും നിധിയും സുധീഷും അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. ആ സമയത്ത് നികേഷിനോട് സുധീഷ് പറയും, നീ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട പെൺകുട്ടിയോട് ഇന്നെങ്കിലും നിൻ്റെ ഇഷ്ടം ഒന്ന് തുറന്ന് പറയണം എന്ന് പറയുകയാണ്. ആ സമയത്ത് നികേഷ് പറയും, ഞാൻ ഇന്ന് പറയും എന്ന് പറയാണ്. അങ്ങനെ അവർ ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ ആ പെൺകുട്ടി ഉണ്ടാകും. അങ്ങനെ പെൺകുട്ടിയുടെ അടുത്തോട്ടേക്ക് ചെന്നിട്ട് നികേഷ് പറയും, എന്തൊക്കെയാ സുഖമല്ലേ ചോദിക്കും. ആ സമയത്ത് ആ പെൺകുട്ടി ചോദിക്കും, ആ സുഖമാണെന്ന് പറയും. അങ്ങനെ ആ പെൺകുട്ടി നിധിയെയും സുധീഷിനെയും ഇങ്ങനെ നോക്കുന്നുണ്ടാകും. അപ്പോൾ നികേഷിനോട് ആ പെൺകുട്ടി പറയും, എനിക്ക് തൻ്റെ ചേട്ടനെ ഇഷ്ടമാണെന്ന് പറയും. ഇത് കേട്ട നികേഷ് ആകെപ്പാടെ സങ്കടപ്പെടുകയാണ്. നികേഷിൻ്റെ ഇഷ്ടം പറയാൻ പറ്റാതെ സങ്കടപ്പെട്ട് നികേഷ് നേരെ നിധിയുടെയും അതുപോലെയും സുധീഷിൻ്റെയും അടുത്തോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നികേഷ് സങ്കടത്തോടു കൂടി നിധിയോടും സുധീഷിനോടും പറയുന്നുണ്ട്, അവൾക്ക് ഹരീഷേട്ടനെയാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അത് കേട്ട നിധിയും സുധീഷും ചിരിക്കുകയാണ്. ആ സമയത്ത് നിധിയോട് നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തി ഓഫീസിലോട്ട് പോയിക്കോ, എനിക്കിന്ന് ക്ലാസ്സിലോട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയും, അവിടെ സങ്കടപ്പെടേണ്ട, നമുക്ക് ഈ കാര്യം ഹരീഷിനോട് ചെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിൻ്റെ അടുത്തോട്ടേക്ക് സുധീഷ് നികേഷിനെയും കൊണ്ട് ചെല്ലുകയാണ്. അങ്ങനെ നികേഷിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നികേഷിൻ്റെ അടുത്ത് നീതു ഉണ്ടാവും. അങ്ങനെ നികേഷ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ട കുട്ടി പറഞ്ഞ കാര്യം ഹരീഷിനോടും പറയുകയാണ്. അത് കേട്ടുകൊണ്ട് നീതു നിൽക്കുന്നുണ്ടാകും. ഏതവളാണ് അവൾ, എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് ദേഷ്യത്തോടു കൂടി നീതു നികേഷിനോട് പറയുകയാണ്. അപ്പോൾ നികേഷ് പറയും, കോളേജ് വിട്ട് വരുന്ന സമയത്ത് അവളെ കാണാൻ പറ്റുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ നികേഷ് ഈ കാര്യം കോളേജ് വിട്ട് വരുന്ന സമയത്ത് നികേഷും നീതും കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടി വരും. അപ്പോൾ അങ്ങോട്ടേക്ക് ഹരീഷും വരും. അങ്ങനെ നീതു ചോദിക്കും ആ പെൺകുട്ടിയോട്, നിനക്ക് ഇവൻ്റെ ഏട്ടനെ ഇഷ്ടമാണോ ചോദിക്കും. ആ സമയത്ത് ആ പെൺകുട്ടി പറയും, ആ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഹരീഷ് വരുന്നത്. നീ അവനെ അങ്ങനെ ഇഷ്ടപ്പെടേണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, ഓൾറെഡി അവനുമായി എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ് എന്നൊക്കെ നീതു പറയുകയാണ്. ആ സമയത്ത് ഹരീഷ് പറയും, സാരല്ല, നീ മിണ്ടാതെ നിൽക്കുക. അപ്പോൾ നീതു പറയും, ഹരീഷ് മിണ്ടാതെ നിൽക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ നീതു പറയും, നിനക്ക് ഇവനെയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയും, എനിക്ക് ഇയാളല്ല ഇഷ്ടം, എനിക്ക് നികേഷിന് വേറൊരു ചേട്ടനുണ്ടല്ലോ കാർ ഓടിക്കുന്നത്, എനിക്ക് ആ ചേട്ടനെയാണ് ഇഷ്ടം എന്ന് പറയുകയാണ്. അത് കേട്ട നീതുവിന് ആകെ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ നീതു പറയും, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, എന്നോട് ഇവൻ അങ്ങനെയാണ് പറഞ്ഞത്, ഇവൻ്റെ ചേട്ടനെ ഇഷ്ടമാണെന്ന്, അപ്പം ഞാൻ ഹരീഷാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയോട് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് നീതു. അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നീതു ഹരീഷിനെയും കൊണ്ട് അവിടെ നിന്നും പോകുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി നികേഷിനോട് പറയും, നിൻ്റെ ഈ ചേട്ടനെ അല്ല എനിക്ക് ഇഷ്ടം, എനിക്ക് വേറൊരു ചേട്ടനുണ്ടല്ലോ ട്രാവൽസിൽ കാർ ഓടിക്കുന്ന, എനിക്ക് ആ ചേട്ടനെയാണ് ഇഷ്ടം, ആ ചേട്ടൻ്റെ നമ്പറാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.